അജു ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്. അതെ. ചട്ടിയൊരു വീട്ടിൽ ഇരിപ്പോലെയോ? ഒരു സംശയം വരാൻ കാര്യം ഉണ്ടല്ലോ. കളഞ്ഞു വിട്ടുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ പാസ്സായി. അല്ല, അത് കുഴപ്പമില്ല. മാത്രമല്ല 9 സപ്ലി ഒറ്റയടിക്ക് ജയിച്ച ആളല്ലേ, ചെറിയ കാര്യമല്ല. പല കുട്ടികളും വീട്ടിൽ ഞെട്ടി കാണും. നമ്മളെക്കാളും ബെറ്റർ ആണല്ലോ. അതിനുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. എന്താണത്? എഞ്ചിനീയറിംഗ് കോളേജ് കുട്ടികൾ ശ്രദ്ധിച്ചോളൂ. നമ്മൾ ഈ ചോദ്യ പേപ്പർ കൈ കിട്ടുമ്പോൾ നമുക്കറിയാവുന്ന ചോദ്യം, ഏറ്റവും നന്നായി അറിയാവുന്ന ചോദ്യം, ചോദ്യം അല്ല സോറി ഉത്തരം, ചോദ്യത്തിനുള്ള ഉത്തരം ഏറ്റവും നന്നായി ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കറിയാവുന്ന, ഇപ്പൊ അവസാനത്തെ ആണെങ്കിൽ അത് ആദ്യം അതെഴുതണം. ഏറ്റവും നല്ല കൈപ്പടയിൽ എഴുതണം, ഏറ്റവും നന്നായിട്ട് എഴുതണം. നന്നായിട്ട് ഡയഗ്രാം ഉണ്ടെങ്കിൽ അതൊക്കെ വരച്ച് മനോഹരമാക്കി എഴുതണം. അടുത്തത് നമ്മൾ അങ്ങനെ ഒരു എന്താ പറയുക, ഡിസെൻഡിങ് ഓർഡറിൽ വരണം. അത് കഴിഞ്ഞ് കുറച്ചും കൂടി അറിയാവുന്നത്, രാവിലെ ഒരുപാട് പ്രശ്നങ്ങളും ടെൻഷനുകളുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നമ്മളുടെ ടീച്ചർമാര്, സാറുമാര്, ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ ഉടക്കുന്നു, അല്ലെങ്കിൽ വേറെ ലോണിന്റെ ടെൻഷൻ, പോകുന്ന വഴി വണ്ടിയിലെ പെട്രോൾ തീരാം, അല്ലെങ്കിൽ വണ്ടിയിൽ ട്രാഫിക് ബ്ലോക്കിലെ പൊടി, തലവേദന, ഉറക്കമില്ലായ്മ, കറണ്ട് പോകുന്നു, അങ്ങനെ ഇഷ്ടംപോലെ പ്രശ്നങ്ങളും നമുക്കുണ്ട്. ഒന്നിനും ഒരു കുറവില്ല. പേപ്പർ എടുക്കുന്നു, നോക്കുന്നു, അറിയാം, കൊടുക്കുന്നു. രണ്ടാമത്തെ അറിയാം, കൊടുക്കുന്നു, അറിയാം, കൊടുക്കുന്നു. അപ്പൊ അപ്പുറത്തിരിക്കുന്ന ടീച്ചർ ചിലപ്പോൾ ചോദിക്കാം, എന്തുണ്ട് സാറേ വിശേഷം, എന്തുണ്ട് ടീച്ചറെ വിശേഷം. അപ്പൊ പകുതി ശ്രദ്ധ, 10% ശ്രദ്ധ അങ്ങോട്ട് പോയി. അപ്പൊ ഇവിടുത്തെ ടെൻഷൻ അവർക്ക് ഭാരം കുറഞ്ഞു, ഏതോ അറിയാവുന്ന ഒരുത്തനാണ്. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ആന എന്ന് ചോദിക്കുമ്പോൾ ചേന എന്താണെന്ന് എഴുതിയാൽ കൂടിയും മാർക്കിടും. ചിലപ്പോൾ 0 തരേണ്ട അടുത്ത് ഒരു അരയോ 1 കിട്ടും. ആ അരയോ 1 കാരണം നമുക്ക് പാസ്സാവാം. ഇതെല്ലാവരും പാലിക്കേണ്ട നിയമമാണോ അതോ? ഞാൻ പാലിച്ചിരുന്നു. സൈക്കോളജിക്കൽ എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റികൾക്ക് വേണമെങ്കിൽ ഇത് അച്ചടിച്ച് സൂക്ഷിക്കാം അല്ലേ? എഞ്ചിനീയറിംഗ് കോളേജിൽ കൊടുക്കുക. കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ശ്രദ്ധിക്കുക. ഇതൊരു സൈക്കോളജി. എല്ലാവരും വീട്ടിൽ വന്ന് അടിക്കും കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറയാം. കാര്യമായിട്ട് വർക്കാവും. വേറൊരു കാര്യം എന്ന് വെച്ചാലേ, ഇതിനകത്ത് വേറെ തന്ത്രം കൂടെ ഞാൻ പറയാം. എന്റെ ഒരു സുഹൃത്ത്, പുള്ളിക്കാരൻ എല്ലാ ചോദ്യങ്ങളും ഭംഗിയായിട്ട് എഴുതി വെച്ചു. എല്ലാ ചോദ്യങ്ങളാണ് പകർത്തിയിരിക്കുന്നത്, നല്ല അക്ഷരത്തിൽ പകർത്തി വെച്ചു. ഒരു 6-7 ചോദ്യം വായിച്ചു കഴിഞ്ഞപ്പോഴേ ഈ അധ്യാപകൻ അവൻ പണിയെടുത്തിരിക്കുന്നല്ലോ, ഇത്രയും നല്ല അക്ഷരത്തിൽ എഴുതി വെച്ചല്ലോ, കുറച്ച് മാർക്ക് കൊടുത്തു. ജയിച്ചു പോയി. അവൻ പറയുന്നത് ചോദ്യങ്ങൾ എഴുതി ജയിച്ച ലോകത്തിലെ ആദ്യത്തെ കക്ഷി, ഗിന്നസ് വേൾഡ് റെക്കോർഡ് വരേണ്ട ആളാന്ന് പറഞ്ഞു. ഇപ്പൊ ഈ മാർക്ക് ഇടാൻ നിൽക്കുന്നവരെ നോക്കി വെക്കുന്ന മനുഷ്യരല്ലേ, പിന്നെ എമ്പതി, അവരുടെ എമ്പതി. ഇപ്പൊ എന്റെ കൂട്ടുകാരൻ ഒരു എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറഞ്ഞ പേപ്പർ അവന് സപ്ലി വന്നു. അവൻ അത് സുഖമില്ലാത്തതുകൊണ്ട് എഴുതായിരുന്നു. ഫാസിൽ എന്ന പേര്. ഫാസിൽ അപ്പൊ 2ാം വട്ടം അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഒന്നും ആരും തോക്കൂല, സപ്ലി ഇല്ല. അപ്പൊ അവൻ കറണ്ട് ഇപ്പൊ എഴുതുന്ന പിള്ളേരോട് ഇരിക്കുക. നല്ലൊരു എക്സ്റ്റേണൽ ഇൻവിജിലേറ്റർ വന്നിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും ഇന്റേണൽ മാർക്ക് ഉണ്ടല്ലോ 20-ല്, ഓരോരുത്തരും ചോദിക്കുക ഇന്റേണൽ ലെവലോ. ഇപ്പൊ ഇന്റേണൽ ഇപ്പൊ 5 ഉണ്ടെന്ന് പറഞ്ഞാൽ ഇയാൾ 45 കൊടുക്കും, പാസ്. 50 ആണല്ലോ ഇന്റേണൽ. എത്ര കാര്യം എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എല്ലാവരും പാസ്സാവും, കാര്യം എളുപ്പമാണ്. അപ്പൊ 50 ഉണ്ടെന്ന് പറഞ്ഞാൽ ഇയാൾ ഇന്റേണൽ 10 ഉണ്ടെന്ന് പറഞ്ഞാൽ ഇയാൾ എന്താണേലും അത് കൊടുക്കും. ഫാസിൽ അടുത്ത് വന്നു, ഇന്റേണൽ എത്ര ഉണ്ട്? ഫാസിൽ ചമ്മല് കാരണം 0 അവന് 0 ഇല്ല. ഇന്റേണൽ ക്ലാസ്സിൽ പോകാത്തതുകൊണ്ട് അവന് 1 പറഞ്ഞു. ഇയാൾ 49 ഇട്ട് കൊടുത്തു, വീണ്ടും തോറ്റു. സത്യം പറഞ്ഞാൽ മതിയായിരുന്നു 0. അയാൾ 50 ഇട്ട് കൊടുത്തേന്. അതാണ് കളി.